നമസ്കാരം കൂട്ടുകാരെ. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂട്യൂബ് എത്ര മനോഹരമായിരുന്നു. ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയേഴ്സ് ഒക്കെ ഇട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുത്തുള്ളൂ. എനിക്കിവിടെ അന്ന് എത്ര ശാന്തമായിരുന്നു, അന്ന് എത്ര മനോഹരമായിരുന്നു. ഇന്ന് പറ പുഴുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ ഫാമിലി വ്ലോഗർ. അതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തന്ത 10 പേരെ വിളിച്ച് തല്ലിക്കാൻ പോവാണ്. തന്തയ്ക്ക് 10 തല്ല് കിട്ടിയാൽ എന്താ, കൈ കുറച്ച് കാശ് വരത്തില്ലേ? ആ ഒരൊറ്റ വിഷയത്തിൽ നമുക്കൊരു 10 വീഡിയോ എന്തായാലും ഉണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഹലോ, കൊച്ചച്ഛനുമായിട്ടൊരു വഴിത്തിറക്കമുണ്ട്, അതുകൂടെ അപ്ലോഡ് ചെയ്താൽ പൊളിക്കും. നിക്ക് വരുക. ഈ വ്ലോഗിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ കൺസെപ്റ്റ്. ലോകത്തെല്ലാവരും അത് ചെയ്യാറുണ്ട്, അതൊരു തെറ്റല്ല. പക്ഷെ ഇവിടെ വീട്ടിലെ ഇടലിക്കുട്ടം തൊട്ട് ഭാര്യയുടെ ഗർഭം വരെയും ഊച്ചിപ്പിണക്കം തൊട്ട് സ്വത്ത് തർക്കം വരെയും ഒരു യൂട്യൂബിൽ ഇന്റർനാഷണൽ ആക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു ഫാമിലി ബ്ലോഗർ ആവണോ എങ്കിൽ നിങ്ങൾ വ്ലോഗിംഗ് ചെയ്യരുത്. എഡിറ്റിംഗ് ചെയ്യാൻ അറിയുമോ? സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്യാൻ അറിയുമോ? നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയുമോ? എല്ലാം കൂടെ എടുത്ത് കോണാത്തിലോട്ട് വെച്ചേക്ക്. നമുക്ക് വേണ്ടത് നാണോ ഇല്ലാഴിക, ഉളുപ്പില്ലാഴിക, അന്തസ്സില്ലാഴിക, തന്ത ഇല്ലാഴിക. ഒടിഞ്ഞ വ്ളോഗിംഗ് മീ നോ പ്രോബ്ലം. ഐ ആൾസോ ബ്ലാഗ്. ബ്ലാഗിങ് ഒരു പ്രശ്നമില്ല, ഇവന്മാർക്ക് അന്തസ്സില്ലാത്തതാണ് പ്രശ്നം. ബ്ലാഗിങ്ങിന്റെ പേര് സ്വന്തം തന്തേ വരെ തള്ളാൻ മടിക്കത്തില്ല. വീട്ടിൽ വാണിക്കുന്ന ഒരു ബ്ലാഗ് ഇടും. ശരിക്കും പറഞ്ഞ ഒരു നോർമൽ വീട്ടുകാർ അപ്പുറത്തെ വീട്ടുകാർ കേൾക്കാതിരുന്ന് വഴക്കിടുന്ന സാധനം ഇവന്മാർ ഈ നാട്ടുകാരെ മൊത്തം കാണിച്ച് ഒരു കാരണം വേണ്ടി ഉണ്ടാവാൻ പോകുന്ന 4 തലമുറ നാണം കെടുത്തും. പണ്ട് കുറെ ട്രോളൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ വഴക്കിടുന്ന ബ്ലോഗേഴ്സിനെ കാട്ടി എന്തുകൊണ്ട് നല്ലത് 365 ദിവസം പ്രാങ്ക് ചെയ്തിട്ടും മനസ്സിലാക്കാൻ തലച്ചോറില്ലാത്ത ഡ്യൂട്ടി തന്നെയായിരുന്നു. അൺബോക്സിംഗ് ഡ്യൂഡ്. ഡ്യൂട്ടി മാറി വേറെ ആള് വന്ന ഇനിയിപ്പോ എന്താ പുതിയ ആള് വന്നില്ല. ഇതിനെ ഒരു 8 വർഷം പ്രാങ്ക് ചെയ്യാം. ഇവരാണ് ഈ ബിസിനസിന്റെ ശരിക്കലത്തെ അവകാശികൾ. വീട്ടിൽ വഴക്കുണ്ടോ, കയ്യിൽ കാശ് വരും. ഓരോ ആഴ്ച ഓരോ കുടുംബ കലഹങ്ങൾ കൃത്യം 4 മണിക്ക് അപ്ലോഡും ചെയ്യും. ടൈറ്റിലൊക്കെ കവിത രചിക്കുന്ന പോലെ എഴുതി വെച്ചേക്കുന്നത്. ഞാൻ വിളിച്ചാൽ അവൾ വരില്ല, ഇനിയും കണ്ടില്ല എന്ന് പറയരുത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ എല്ലാം എന്റെ തെറ്റാണോ പറഞ്ഞു ആ ദിവസം വന്നു. ഇത് കണ്ടാ എങ്ങനെ ഒരു മനുഷ്യൻ വീഡിയോ എടുത്ത് നോക്കാതിരിക്കും? അപ്പുറത്തെ വീട്ടിലൊരു പ്രശ്നം നടക്കുന്ന പറഞ്ഞ് ഇച്ചിരി കർട്ടം മാറ്റി നോക്കുന്ന ആൾക്കാരാണ് ഇവരുടെ വ്യൂവേഴ്സ്. കുടുംബശ്രീ ചേച്ചിമാർ വരെ ഈ വഴക്കിൽ നിന്നൊക്കെ റിട്ടയർ ആയി. അവർക്ക് ഇപ്പൊ ഊത്ത് മത്സരമാണ്. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരണം എന്ന് ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇങ്ങനെ നീയൊക്കെ വരുമെന്ന് അറിയായിരുന്നു. ഇത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി പോടാ എന്ന് പറഞ്ഞ ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. ഇങ്ങനെയാണോ ഞാനും ഫോർച്യൂണർ മേടിക്കത്തില്ല. എൻ്റെ അച്ഛൻ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞായിരുന്നു എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാനായിട്ട്. കോളേജിൽ നിന്ന് ഡീബാറോ ഒരു പണിയില്ലാതെ ഇവിടെ വന്ന് കുത്തിയിരിക്കുവാന്ന്. ഒരു ഫോർച്യൂണറിനുള്ള വക ഞാൻ നശിപ്പിച്ചേ. ഇവരിതുപോലെ ഒരു വഴക്കിട്ടിട്ട് ഇങ്ങനെ ഒരു ഫോർച്യൂണർ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ചെന്നാ പറയുന്നത്. ചുമ്മാ ബേസ്ലെസ് ആയിട്ട് ഇങ്ങനെ ഒരാളെ പറയുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ഇതിനകത്ത് എതിരാ. വഴക്കുണ്ടാക്കി കിട്ടിയ കാശ് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി EMI ഇട്ട് കാണും. ആദ്യം നില ഉഴുത്, പിന്നെ നെല്ല് നട്ട്, അവസാനം കള പറിച്ചു. US ഊബർ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അവർ വില ഇറക്കി സക്സസ്ഫുൾ ആയി. അതുപോലെ പല ആൾക്കാരും വിജയിച്ച ബിസിനസ് ഒന്നുകൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം സോഷ്യൽ മീഡിയയിൽ എന്തിനു പറഞ്ഞു? വളരെ വിഷമകരമായ കാര്യത്തിൽ ഇട്ടേക്കുന്ന ഇമോജി ഒക്കെ കണ്ടില്ലേ? നിങ്ങൾ ആ ഇമോജി കാണുന്നുണ്ടോ? അപ്പൊ എന്തിനായിരിക്കും ഇവർ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്? വ്യൂസ് കിട്ടാൻ വേണ്ടിയോ അതോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയോ? കമന്റ് സെക്ഷനിൽ അറിയിക്കൂ. റോസ്റ്റ് വീഡിയോയുടെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മൊത്തം അവൻ എന്നെ തെറി വിളിച്ചോണ്ട് വീഡിയോ ഇട്ടവനാ. കുറെ പേരോട് മെസ്സേജ് ചെയ്തിട്ട് പറയും ഇവനെ തിരിച്ച് തെറി വിളിക്കുക, അത് ഇത് ചെയ്യുന്നു. എന്റെ പണി ഈ തെറി വിളിക്കലും വഴക്കിടലും അല്ല വീഡിയോ ഇട്ടിട്ട്. ഈ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അത് ആരോട് വ്യക്തി വൈരാഗ്യം ചെയ്യുന്നതല്ല, വ്യക്തി വൈരാഗ്യം. ഞാൻ റോസ്റ്റ് വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാക്കാം. അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അത് റിമൂവ് ചെയ്ത് കളയും. അതിന്റെ പേര് വീഡിയോ ഇട്ട് വഴക്കിടാമെന്ന് എനിക്കറിയത്തില്ല. മുമ്പ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കായികപരമായിട്ട് നേരിടാം. വി ആർ നോട്ട് പ്രൊമോട്ടിങ് എനി വയലൻസ്. നമ്മൾ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നെഗറ്റീവ് കണ്ടന്റ്സ്. ബൈ ദ വൈ, ആ ചാനൽസിന്റെ ഓണേഴ്സിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ റിയാക്ട് ചെയ്ത കണ്ടന്റ് നോക്കിയാൽ മതി. പണ്ടുണ്ടതും പാള തൂറിയതും ഒക്കെ അതിനകത്തുണ്ട്. ഇവർക്ക് നല്ല ടോപ്പിക് കണ്ടുപിടിച്ച് കണ്ടന്റ് ഉണ്ടാക്കി ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല എന്നറിയാൻ നേരമായി ഈ പറഞ്ഞ ഊച്ചിപ്പണക്കവും കുടുംബ പ്രശ്നവും സ്വത്ത് തർക്കവും ഒക്കെ എടുത്ത് കണ്ടന്റ് ആക്കി ഇടുന്നത്. അപ്പൊ ആൾക്കാർ വരെ വ്യക്തി നോക്കും. എല്ലാവരും 5 മിനിറ്റ് മുന്നേ എന്നെ കണ്ണിപ്പെട്ട സാധനം. നാണമില്ലേ? ഇനിയും സഹിക്കാൻ വയ്യ. നെഗറ്റീവ് കണ്ടന്റിന്റെ ഒരു പവർ കണ്ടോ? 22K സബ്സ്ക്രൈബേഴ്സും വ്യൂസ് 200K അടുപ്പിച്ചാവാറായി. എന്തൊരവസ്ഥയല്ലേ? ഇതൊക്കെ യൂട്യൂബിൽ കൊണ്ടുവന്നിടുകയും ചെയ്യും. യൂട്യൂബ് എന്തോ കോടതിയാ? ഈ പോക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അതിലത്തുണ്ട് കാട്ടപ്പൈൻ്റ് അടിച്ചിട്ട് വന്ന് ഭാര്യ ഭിത്തി കയറ്റുന്ന ഭർത്താവ്. അവരുടെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടെങ്കിലോ. പിന്നെ ഇതൊക്കെ കാണാൻ ആൾക്കാർ ഇങ്ങനെ നേരെ നീക്കുമല്ലോ. അത് ഇവരുടെ വ്യൂ കൗണ്ട് കണ്ടാൽ അറിയാം. ബിഗ് ബോസിന്റെ വിജയം കണ്ടാലും അറിയാം. ഈ കാണുന്നവരൊക്കെ പ്രശ്നം ശരിക്കും ഉള്ളതാണെങ്കിൽ നമുക്ക് അരനിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം.
എല്ലാവരും അപ്പോൾ ഈ വീഡിയോ പോയി കാണാം. ഇത് കണ്ടില്ലെങ്കിൽ എല്ലാത്തിനും ഉറുമ്പ് കടിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ചെയ്യുക.